എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അവർ രണ്ടുപേരും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഹാമേ ഹാമേ പവർ അതുപയോഗിച്ച് ആ മാസ്ക് മാനാണെങ്കിൽ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യും. ഗോക്കു ആണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ഹാമേ ഹാമേ പവർ അത് തിരികെ പ്രയോഗിക്കും. മാസ്റ്റർ റോഷിക്കാണെങ്കിൽ ആ മാസ്ക് മാനെ കാണുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന ആരോ ആണെന്ന് ഒരു ഫീൽ തോന്നും. ആളാണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് അതാരാണെന്ന് ചിന്തിക്കും. ഗോക്കു ആണെങ്കിൽ ജയിക്കാൻ പോവുകയാണെന്ന് കരുതി എല്ലാവരും ആഹ്ലാദിച്ച് തുള്ളിച്ചാടും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു മാസ്ക് മാൻ ആളാണെങ്കിൽ ഗോക്കുവിന്റെ വാലിൽ പിടിച്ച് അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. അവന്റെ വീക്ക് പോയിന്റ് അവന്റെ വാലാണെന്ന് തിരിച്ചറിവുള്ള ആരോ ഒരാളാണ് അത്. ആളാണെങ്കിൽ ഇപ്പൊ അവന്റെ വാലിൽ പിടിച്ച് അറഞ്ചം പുറഞ്ചം നിലത്താഞ്ഞടിക്കും. നമ്മുടെ ആൾക്കാർക്ക് അത് കണ്ട് സഹിക്കാനായിട്ട് കഴിയില്ല. അവർ ഉച്ചത്തിൽ നിലവിളിക്കും. ഇവിടെ മാസ്റ്റർ റോഷിക്ക് അതാരാണെന്ന് പിടികിട്ടും. അത് മറ്റാരുമല്ല, ഗോക്കുവിന്റെ എല്ലാ മൂവ്മെന്റ്സും അവന്റെ വീക്ക് പോയിന്റും അതെല്ലാം തന്നെ അറിയാവുന്ന ഒരേ ഒരാള് അത് അവന്റെ ഗ്രാൻഡ് പേ ആണ്. സോ ഗോക്കു ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത് അവന്റെ ഗ്രാൻഡ് പേ ആയിട്ടാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടും. അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും ഗോക്കുയെ തന്നെ നോക്കും. ഇവിടെ ആ മാസ്ക് മാനാണെങ്കിൽ ഗോക്കുയെ നിലത്ത് പിടിച്ച് ആഞ്ഞടിച്ച് തല്ലി തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ വില്ലൻ ബീസ്റ്റിനെയും അവന്റെ അസിസ്റ്റൻസിനെയും കാണിക്കും. അവരാണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ലൊക്കേഷൻ അത് കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ ആ ഒരു ബീസ്റ്റ് അവൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോബോട്ട് ക്രിയേറ്റ് ചെയ്ത് ആ റോബോട്ടിന്റെ സഹായത്താൽ വലിയ വലിയ പാറകളെ പോലും ക്രഷ് ചെയ്ത് കളയാണ്. ബീസ്റ്റിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. യാഹോ, ഇതുപയോഗിച്ച് ഞാൻ എൻ്റെ ഓപ്പണൻസിനെ ഈസി ആയിട്ട് തോൽപ്പിക്കും. അവരാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഇപ്പൊ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ് എങ്ങനെ നമ്മുടെ ആൾക്കാരെ തകർത്ത് ആ ഒരു ഡ്രാഗൺ ബോൾസ് അത് തിരികെ പിടിക്കാമെന്ന്. ആ ബീസ്റ്റ് ആണെങ്കിൽ ഒരു കിറ്റ് പൊക്കി കാണിക്കും. 1 വർഷത്തെ എൻ്റെ തയ്യാറെടുപ്പാണ്. സോ ഇത്തവണ ആ ഡ്രാഗൺ ബോൾസ് അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പാടില്ല. ആ ഡ്രാഗനെ കറക്റ്റായിട്ട് സമൻ ചെയ്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യം അത് ഞാൻ നേടിയെടുക്കും. അതിന് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം കട്ടയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത ആ പവർഫുൾ റോബോട്ടുകളെ ക്യാപ്സ്യൂളുകളാക്കി മാറ്റും. പിന്നീട് അതിനെല്ലാം തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്ത് അവർ കാർ എടുത്ത് അവിടുന്ന് പുറപ്പെടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ മാസ്ക് മാൻ ആളാണെങ്കിൽ ഗോകുവിന്റെ വാലിൽ പിടിച്ച് അവനെ അച്ചരം പൊച്ചറം നിലത്തടിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ കാഴ്ച അത് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. ഓ നോ, ഗോകുവിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇത്രയും മോശം അവസ്ഥയിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അല്ല എങ്കിൽ അവൻ അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും. ഇവിടെ ആ മാസ്ക് മാനാണെങ്കിൽ ഗോകുവിനോട് നീ ഗിവപ്പ് ചെയ്യുന്നോ എങ്കിൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും ബാക്കിയായിട്ടുണ്ടാവും, അതല്ല എങ്കിൽ നിനക്ക് നിന്റെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് പറയും. പക്ഷേ ഗോകു അവനാണെങ്കിൽ മരിച്ചാലും ഗിവപ്പ് ചെയ്യാൻ തയ്യാറാവില്ല എന്ന് തീർത്തു പറയും. അത് കേട്ട് കലിയിളകിയ ആ മാസ്ക് മാനാണെങ്കിൽ വീണ്ടും വീണ്ടും ഗോകുയെ ആഞ്ഞടിക്കുകയാണ്. ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണ് അവളെ റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഗോകുവിനെ സഹായിക്കണം. അതിന് മൊട്ടപ്പനും ഹാൻസം ബോയും അവര് പറയും, നമ്മൾ നിസ്സഹായരാണ്, ഇപ്പൊ നടക്കുന്ന ഒരു മാച്ചാണ്, ഇപ്പൊ നമ്മൾ അതിൽ കയറി ഇടപെട്ടാൽ ഈ ഒരു മാച്ച് അത് അസാധുവാകും, നമ്മൾ തോറ്റതായിട്ട് അവർ പ്രഖ്യാപിക്കും, അത് ഗോകുവിനും നമുക്കും എല്ലാവർക്കും വളരെയധികം ദോഷം ചെയ്യുന്നു പറഞ്ഞ് അവരങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇവിടെ ആ മാസ്ക് മാൻ ആള് ഇപ്പം പോലും കരുണ കാണിക്കാതെ ഗോകുവിനെ തല്ലിക്കൊണ്ടേയിരിക്കും. എൽഡർ ലേഡിക്കാണെങ്കിൽ അവളുടെ ക്ഷമ നശിക്കും. ഇനിയും അവനെ അറഞ്ചും പുറഞ്ചും അടിച്ചുകൊണ്ടിരിക്കാതെ എത്രയും വേഗം അവന്റെ കഥ കഴിച്ച് ഈ ഒരു മത്സരത്തിൽ വിജയിക്ക്. അതിന് ആ മാസ്ക് മാൻ പറയും, ഞാൻ അവന് ഗിവപ്പ് ചെയ്യാനായിട്ട് ഒരല്പം ചാൻസ് കൊടുത്തതാണ്, പക്ഷേ ഇവന്റെ ഈഗോ അത് വളരെ കൂടുതലാണ്, സോ ഞാൻ ഇവനെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആളുടെ മുഴുവൻ പവറും എടുത്ത് ഗോകുയെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം നമ്മുടെ മൊട്ടപ്പനും ബുൽമയ്ക്കും അവർക്കാണെങ്കിൽ ആ കാഴ്ച കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. എന്ത് വില കൊടുത്തും നമുക്ക് അവനെ സഹായിച്ചേ പറ്റുമെന്ന് പറയും. പക്ഷെ മാസ്റ്റർ റോഷി ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും മത്സരത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത ഇത്രയും നേരവും ഗോകു മേടിച്ച അടിക്ക് യാതൊരു വിലയില്ലാതായി പോവും. നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഗോകുവിന് അല്പം കൂടെ സമയം ബാക്കിയുണ്ട്. എന്തെങ്കിലും ഒരു മിറാക്കിള് അത് അവന്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് പറയും. ഇവിടെ ആ മാസ്ക് മാനാണെങ്കിൽ ഗോകുവിന്റെ വാലിൽ പിടിച്ച് വലിക്കും. അടുത്ത നിമിഷം ആ വാലങ്ങനെ അറ്റുപോകും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. കാരണം ഗോകുവിന്റെ ലിമിറ്റേഷൻ അവന്റെ വാലാണ്. ഇവിടെ ഗോകു അവൻ വാല് നഷ്ടപ്പെട്ട വേദനയിൽ ഉച്ചത്തിൽ കരഞ്ഞ് ആ ഗ്രൗണ്ടിന് ചുറ്റും ഓടി നടക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം. കാരണം ജയിക്കാനുള്ള ഹോപ്പ് അതിപ്പോൾ തിരികെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഗോകുവിനാണെങ്കിൽ അവന് വാല് നഷ്ടപ്പെട്ട വേദന അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ മൂടിൽ താങ്ങിക്കൊണ്ട് അങ്ങനെ ചാടിത്തുള്ളി ഓടുകയാണ്. പക്ഷേ ആൾക്കാർക്ക് അത് ഭയങ്കര ആശ്വാസമായിട്ട് തോന്നും. കാരണം ഗോകുവിന്റെ ഏറ്റവും വലിയ ചലഞ്ചാണ് അവന്റെ വാല്. അതിൽ പിടിച്ച അവനെ ഈസി ആയിട്ട് തളർത്താനായിട്ട് കഴിയും. ഗോകു ആണെങ്കിൽ അവന്റെ വേദനകളെല്ലാം മറന്ന് ഇപ്പൊ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ വീണ്ടും മാസ്ക് മാൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ആളുടെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം ആ മാസ്ക് മാൻ ആളാണെങ്കിൽ ഗോകുവിനോട് പറയും, ഈ മത്സരത്തിൽ നീ വിജയിച്ചു. അത് കേട്ട് അവനും എൽഡർ ലേഡിയും ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഞെട്ടുകയാണ്. അവർക്ക് ആർക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഗോകു ആണെങ്കിൽ വീണ്ടും വീണ്ടും ആളോട് എടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തായി പറയണേ,
ഞാൻ ഈ മത്സരത്തിൽ വിജയിച്ചെന്നോ അത് സത്യമാണോ അതിനാൾ പറയും അതെ. നീ എത്രത്തോളം പവർഫുൾ ആയെന്ന് അറിയാനാണ് ഞാൻ ഇത്രയും നേരം ഫൈറ്റ് ചെയ്തത്. നിന്റെ വാല് പോലും നിന്റെ ലിമിറ്റേഷൻ ആണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പിടിച്ചു വലിച്ചത്. അത് ഇപ്രകാരം ഊരിപ്പോകുന്നു മാത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ വാലങ്ങനെ നീട്ടി കാണിക്കും. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. എൻ്റെ ഈ വാലിനെ കുറിച്ചുള്ള രഹസ്യം വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്നതാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ എൻ്റെ ഗ്രാൻഡ് പേ ആണോ? അത് കേൾക്കേണ്ട താമസം മാസ്ക് മാൻ ആണെങ്കിൽ ആളുടെ മാസ്ക് മാറ്റും. അതെ, ഞാൻ നിന്റെ ഗ്രാൻഡ് പ തന്നെയാണ്. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഓടി വന്ന് അവൻ്റെ ഗ്രാൻഡ് പേ ഹഗ് ചെയ്യുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഗോക്കുവിനെ അഭിനന്ദിക്കും. നീ ഇത്രയധികം പവർഫുള്ളായി മാറിയെന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാസ്റ്റർ റോഷി. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീ എത്തുമെന്നും ഇത്രയും ട്രെയിൻ ചെയ്ത് പവർഫുൾ ആവുമെന്നും ഞാൻ കരുതിയതല്ല. എനിക്ക് മാസ്റ്റർ റോഷിയോടാണ് നന്ദി പറയാനുള്ളത്. അദ്ദേഹം എൻ്റെ പഴയ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് രൂപനാണെങ്കിൽ മാസ്റ്റർ റോഷിയുടെ മുൻപിൽ അങ്ങനെ കൈ വണങ്ങുകയാണ്. ഇവിടെ എൽഡർ ലേഡിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഞാനാണ് ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നത്. അദ്ദേഹം വളരെ പവർഫുൾ ആണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഗോക്കു ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ആണെന്ന് മാത്രം എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയൊരു നിമിഷം കാണാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. ഉടനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇപ്പോൾ ആ ഗ്രാൻഡ് പേ തന്നെ നോക്കും. അതേസമയം ഗോക്കു ആണെങ്കിൽ ഞാൻ അങ്ങേക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് ഓടും. അകത്തേക്ക് ഓടിപ്പോയി ആ ഒരു വലിയ ബാഗ് അതുമായിട്ട് പുറത്തേക്ക് വരും. അതിനുശേഷം അവൻ കളക്ട് ചെയ്ത ഡ്രാഗൺ ബോൾസ് അതെല്ലാം പുറത്തെടുത്ത് വെക്കുകയാണ്. അതിൽ നിന്ന് ആ 4 സ്റ്റാറുള്ള ഡ്രാഗൺ ബോൾ അവൻ്റെ ഗ്രാൻഡ് പേക്ക് കൊടുക്കും. ഗ്രാൻഡ് പേക്ക് ഈ ഒരു ബോള് അത് ഓർമ്മയുണ്ടോ? ഗ്രാൻഡ് പ അവസാനമായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് കേട്ട് ഗ്രാൻഡ് പ ആ ഒരു ബോളിലേക്ക് നോക്കും. അതെ, ഇത് ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇതിപ്പോഴും നീ പൊന്നുപോലെ സൂക്ഷിക്കുകയാണല്ലേ? അതിനവൻ പറയും അതെ, ഇത് മാത്രമല്ല ബാക്കി ഡ്രാഗൺ ബോൾസും എൻ്റെ കയ്യിലുണ്ട്. ബുൽമയും ഞാനും ചേർന്ന് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയായിരുന്നു പറയും. ഉടനെ ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പോൾ മാസ്റ്റർ റോഷിയോട് ചില കാര്യങ്ങൾ സീക്രട്ടായിട്ട് പറയും. ഞാൻ പോയി കഴിഞ്ഞാലും ഗ്രാൻഡ് സണ്ണിന് മേലെ നിന്റെ ഒരു കണ്ണ് തീർച്ചയായിട്ടും വേണം. അതല്ല എങ്കിൽ അവൻ്റെ ഉള്ളിലെ മോൺസ്റ്റർ അത് പുറത്തു വരും. അത് കേട്ട് മാസ്റ്റർ റോഷിയും ഓക്കെ പറയും. ഇവിടെ ഗോക്കു അവൻ്റെ അപ്പൂപ്പനെ വിളിച്ച് ആദ്യമായിട്ട് ബുൽമയെ കണ്ടതും അതിനുശേഷം അവർ ഫ്രണ്ട്സായി മാറിയതും പിന്നീട് ഡ്രാഗൺ ബോൾസ് അത് കണ്ടെത്താൻ ശ്രമിച്ചതും അങ്ങനെ അവൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് പറയും. മാസ്റ്റർ റോഷിയെ കണ്ടതും ആളുടെ കൂടെ ട്രെയിനിങ് എടുത്തതും പിന്നീട് പവർഫുള്ളായി ആ വലിയ മത്സരത്തിൽ പങ്കെടുത്തതും അതിനുശേഷം ആ ഡ്രാഗൺ ബോൾസ് കണ്ടെത്താൻ ശ്രമിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. ഗോക്കുവിന്റെ അച്ചീവ്മെന്റ്സ് കേട്ട് അവന്റെ ഗ്രാൻഡ് പയ്ക്ക് ഒരുപാട് സന്തോഷം. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. ഈ എൽഡർ ലേഡി അവരാണ് എന്നെ ആഫ്റ്റർ ലൈഫിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത്രയും വലിയൊരു സന്തോഷത്തിന് കാരണമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കരുത്. തീർച്ചയായിട്ടും ആഫ്റ്റർ ലൈഫിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. നിന്നെ വിട്ട് വീണ്ടും പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് പോകേണ്ട സമയമാണ്. നിനക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവും. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. ആണെങ്കിൽ ഇപ്പോൾ മാസ്റ്റർ റോഷിയോടും എല്ലാവരോടും യാത്ര പറയും. ഞാൻ പോയാലും എൻ്റെ ഗോക്കുവിന് നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഇതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് എൽഡർ ലേഡിയോടും താങ്ക്സ് പറഞ്ഞ് യാത്ര പറഞ്ഞ് ആളവിടുന്ന് കടന്നു പോകും. ഇവിടെ എൽഡർ ലേഡിക്ക് ഒരുപാട് വിഷമം തോന്നും. കാരണം അവർ ക്രിയേറ്റ് ചെയ്ത മത്സരത്തിൽ ഇപ്പോൾ അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ ആ ഒരു പവർ അതുപയോഗിച്ച് ആ ഡ്രാഗൺ ബോളുള്ള ലൊക്കേഷൻ അത് ട്രേസ് ചെയ്ത് കാണിക്കും. ഡ്രാഗൺ ബോൾ ഒരു കാറിൽ എവിടേക്കോ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള യാതൊരു സിഗ്നൽസും ആ റഡാറിൽ കിട്ടില്ല. ആ ലേഡി പറയും 200 മൈൽ ദൂരത്തായിട്ടാണ് ആ കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ട്രാക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഇതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണ്ടെത്താനും അവിടെ എത്താനും കഴിയുമെന്ന് പറയും. അത് കേട്ട് ഗോക്കു ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.